വെൽക്കം. റഹ്മാനാണ്. ബയോകെമിസ്ട്രി വൈറ്റമിൻസ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ വൈറ്റമിൻ സിയെ കുറിച്ചിട്ടാണ്. വൈറ്റമിൻ സി ഒരു വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ് എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ എസെൻഷ്യൽ വൈറ്റമിൻ ആണ്. എസെൻഷ്യൽ വൈറ്റമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിലൂടെ കിട്ടിയേ തീരൂ എന്നുള്ളതാണ്. ആൻഡ് വൈറ്റമിൻ സിയുടെ മറ്റൊരു പേര് എസ്കോർബിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ സിയുടെ പേര്. ആൻഡ് ഇതിന് രണ്ട് സ്റ്റേറ്റ് ഓർ ഫോമിൽ അവൈലബിൾ ആണ്. ആൻഡ് വൺ ഈസ് ഡി എസ്കോർബിക് ആസിഡ് ഉണ്ട്, പക്ഷെ എൽ എസ്കോർബിക് ആസിഡ് ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. സോ എൽ എസ്കോർബിക് ആസിഡ് ആണ് വൈറ്റമിൻ സി. ആൻഡ് ഇതിന്റെ പ്രവർത്തനമാണ് ദിസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ് എൽ എസ്കോർബിക് ആസിഡ്. ആൻഡ് ഡി എസ്കോർബിക് ആസിഡിന് ഇങ്ങനെയുള്ള ജോലിയോ പണിയൊന്നുമില്ല. ആൻഡ് എസ്കോർബിക് ആസിഡിന്റെ ഈ എൽ എസ്കോർബിക് ആസിഡ് ആയാലും ഇതിന്റെ ആയാലും സ്ട്രക്ചർ ഏകദേശം ഹെക്സോസസിന് സമാനമാണ്. ഹെക്സോസസ് എന്ന് പറയുമ്പോൾ ഷുഗർ പോലെ ഉള്ളതാണ്, കാർബോഹൈഡ്രേറ്റ്സിന് സമാനമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഇത്. ആൻഡ് വൈറ്റമിൻ സി ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ആൻഡ് ശരീരത്തിൽ വെച്ചിട്ട് ദിസ് എൽ എസ്കോർബിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ഇൻടു ഡീഹൈഡ്രോ എസ്കോർബിക് ആസിഡ് ആയിട്ട് മാറും. ആൻഡ് ഈ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ ആണ്. പിന്നീട് ഡീഹൈഡ്രോ എസ്കോർബിക് ആസിഡ് ഹൈഡ്രലൈസ് ചെയ്തിട്ട് ഉണ്ടാവുന്നത് 2,3 ഡൈകീറ്റോ ഗ്ലൂഓണിക് ആസിഡ് ആയിട്ട് മാറും. ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഓക്സാലിക് ആസിഡ്. സോ ഓക്സാലിക് ആസിഡ് ആയിട്ടാണ് ഫൈനലായിട്ട് മാറുക. സോ മൂത്രത്തിൽ യൂറിനിലൂടെ എസ്കോർബിക് ആസിഡ് കുറെ പോകും, 2,3 കീറ്റോ ഗ്ലൂഓണിക് ആസിഡ് കുറെ പോകും, ആൻഡ് ഓൾസോ ഓക്സാലിക് ആസിഡ് ആയിട്ടും കുറെ പുറത്തേക്കും. ആൻഡ് ഇനി ഇത് എസെൻഷ്യൽ വൈറ്റമിൻ ആണ് എന്ന് നമ്മൾ പറയാൻ കാരണം ഭക്ഷണത്തിൽ നിന്ന് ലഭിച്ചേ തീരൂ എന്നുള്ളത് കൊണ്ടാണ്. കാരണം മനുഷ്യരിലൊന്നും വൈറ്റമിൻ സി ശരീരത്തിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. സോ മനുഷ്യന്റെ ശരീരത്തിനകത്ത് വൈറ്റമിൻ സി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയേ പറ്റൂ. പക്ഷേ ലോവർ അനിമൽസ്, ചെറിയ അനിമൽസ്, പ്ലാന്റ്സ്, സോ ഇവയ്ക്കൊക്കെ സ്വന്തമായിട്ട് വൈറ്റമിൻ സി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഇതിന് അവർ ഉപയോഗിക്കുന്ന പാത്വേ ഈസ് യൂറോണിക് ആസിഡ് പാത്വേ ആണ്. യൂറോണിക് ആസിഡ് പാത്വേയിലൂടെയാണ് വൈറ്റമിൻ സി ഉണ്ടാവുന്നത്. അവിടെ നമ്മുടെ ഗ്ലൂക്കോസ് ആണ്. നമ്മൾ ഗ്ലൂക്കോസിൽ നിന്ന് ഡി ഗ്ലൂക്കോറോണിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്, ഉണ്ടാകും. ആൻഡ് അത് പിന്നീട് ഉണ്ടാവുന്നത് എൽ ഗുലോണേറ്റ് ആണ്. എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. ആൻഡ് ഈസ് എൽ ഗുലോണേറ്റിനെ നമുക്ക് എൽ എസ്കോർബിക് ആസിഡ് ആക്കി മാറ്റിയെടുക്കാൻ നമുക്കൊരു എൻസൈം വേണം. അതിന്റെ പേര് GULO, ഗുലോണോലാക്ടോൺ ഓക്സിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യനിലൊന്നും ഈ എൻസൈം ഇല്ല എന്നുള്ളതാണ്. സോ അപ്പൊ അതുകൊണ്ട് ഈ സംഭവം ഇല്ലാത്തതുകൊണ്ട് അവന് സ്വന്തമായിട്ട് എൽ എസ്കോർബിക് ആസിഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല, ഭക്ഷണത്തിൽ നിന്ന് ലഭിച്ചേ തീരൂ. ആൻഡ് വൈറ്റമിൻ സി നമുക്ക് ലഭിക്കുന്നത് സാധാരണ സിട്രസ് ഫ്രൂട്ട്സ്, അതിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ആൻഡ് ഡയറ്ററി സോഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഡയറ്ററി സോഴ്സ് ഏറ്റവും ഉള്ളത് നെല്ലിക്കയാണ്. നെല്ലിക്കയിൽ ധാരാളമായിട്ടുണ്ട്. നെല്ലിക്കയിലുണ്ട്, ദെൻ ഓറഞ്ചിനകത്തുണ്ട്, നാരങ്ങയിലുണ്ട്, ഗോവ എന്ന് പറയുമ്പോൾ പേരക്കയിലുണ്ട്, തക്കാളിയിലുണ്ട്, ടൊമാറ്റോയിലുണ്ട്, ദെൻ ക്യാബേജില്, കോളിഫ്ലവർ, ക്യാപ്സിക്കം. സോ അങ്ങനെയൊക്കെയുള്ള സിട്രസ് ഫ്രൂട്ട്സ് ആൻഡ് റിലേറ്റഡ് വെജിറ്റബിൾസിനകത്തൊക്കെ ഉണ്ട്. പക്ഷെ പാലിലും മറ്റും വൈറ്റമിൻ സി ഇല്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത്. സോ മിൽക്ക് എന്ന് എഴുതി വെക്കരുത്. അപ്പോൾ ദിവസം എത്ര വേണം എന്ന് വെച്ചാൽ ഒരു 60 to 75 മില്ലിഗ്രാം വീതം ആയിരിക്കും നമുക്ക് ദിവസം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെക്കമെൻഡഡ് ഡെയിലി അലവൻസസ് ആണ് നമ്മൾ പറയുന്നത്. ഗർഭിണികൾ, മുലയൂട്ടുന്നവർ, മുതിർന്നവർ, സോ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു 100 മില്ലിഗ്രാം പെർ ഡേ എങ്കിലും വേണ്ടി വരും എന്നുള്ളതാണ്. ഇനി വൈറ്റമിൻ സിയുടെ ബയോകെമിക്കൽ ഫങ്ഷൻസ് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് കൊളാജൻ ഫോർമേഷൻ. സോ കൊളാജൻ ഫോർമേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ. സോ എല്ലുകൾ ഉണ്ടാക്കാനുള്ള ഓസ്റ്റിയോയിഡ് ആയാലും മറ്റ് ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഇൻട്രാസെല്ലുലാർ സബ്സ്റ്റൻസ്, അതിൻ്റെയൊക്കെ സപ്പോർട്ടിംഗ് ടിഷ്യൂ ഉണ്ടാക്കാനായിട്ട് വൈറ്റമിൻ സി കൂടിയേ തീരൂ. അപ്പൊ എന്താണ് കൊളാജൻ ഉണ്ടാവാനായിട്ട് ആദ്യം പ്രീ പ്രോ കൊളാജൻ എന്താണ്? പ്രോ കൊളാജൻ ആയിട്ട് മാറണം. ആൻഡ് ദിസ് പ്രോകൊലാജൻ പിന്നീട് ട്രോപ്പോകൊലാജൻ ആകും. ട്രോപ്പോകൊലാജൻ ആയിട്ട് മാറും. പിന്നീടാണ് ഇത് കൊലാജൻ ഫൈബേഴ്സ് ഒക്കെ ആയിട്ട് മാറുന്നത് പിന്നീടാണ്. അപ്പോൾ ഈ ആദ്യ സ്റ്റെപ്പ് പ്രീ പ്രോകൊലാജനെ നമുക്ക് പ്രോകൊലാജൻ ആക്കി മാറ്റാൻ അവിടെ നമുക്ക് പ്രോലീൻ ആൻഡ് ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ട്. പ്രോലീൻ ആൻഡ് ലൈസിൻ അമിനോ ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രോക്സിലേഷൻ നടത്തണം. സോ ദിസ് 2 അമിനോ ആസിഡ് ഹാസ് ടു ബി ഹൈഡ്രോക്സിലേറ്റഡ്.
ഹൈഡ്രോക്സിലേഷൻ നടക്കുന്നത് ഇതുണ്ടായതിനു ശേഷം, ദാറ്റ് ഈസ് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ ഹൈഡ്രോക്സിലേഷൻ ആണ് നടക്കുക. ഉണ്ടായതിനു ശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ആൻഡ് ഇത് നടക്കുന്നത് ഫൈബ്രോബ്ലാസ്റ്റിലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. ഇങ്ങനെ പ്രോലീനും ലൈസിനൊക്കെ ഹൈഡ്രോക്സിലേഷൻ ഫോർമേഷൻ നടക്കുന്നത്. സോ അപ്പോൾ ഇവിടെ എന്താണ് വൈറ്റമിൻ സി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രോലീൻ നമ്മൾ ഹൈഡ്രോക്സിലേഷൻ നടത്തുന്നു പറഞ്ഞു. പ്രോലീൻ ആവാൻ അപ്പോൾ ഒരു എൻസൈം വേണ്ടി വരും. അതിന്റെ പേര് ഹൈഡ്രോക്സിലേസ് എന്നാണ്. അപ്പോൾ ലൈസിനും ഇതേപോലെ ഹൈഡ്രോക്സിലേസ് ഉണ്ടായിരിക്കും. ആൻഡ് ഇതിനൊപ്പം സഹായിക്കാനായിട്ട് ഓക്സിജനും കൂടി വേണം. ആൻഡ് ഈ എൻസൈം പ്രൊലൈൽ ഹൈഡ്രോക്സിലേസ്, സോ ഇത് ആക്റ്റീവ് ഫോം ആയിട്ടിരിക്കുവാൻ അതിനകത്ത് ഫെറസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇറ്റ് കണ്ടെയ്ൻ ഫെറസ്. റിയാക്ഷൻ തീരുമ്പോൾ ഹൈഡ്രോക്സി പ്രോലീൻ ആകുമ്പോഴത്തേക്കും ദിസ് വിൽ ബിക്കം ഫെറിക് ആയിട്ട് മാറുന്നു. അപ്പോൾ വീണ്ടും ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്താവണം? ഫെറിക്കിനെ നമുക്ക് തിരിച്ച് വീണ്ടും ഫെറസ് ഫോമിലേക്ക് കൊണ്ടുവരണം. ആൻഡ് ഫെറിക്കിനെ ഫെറസ് ഫോമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് വേണ്ടതാണ് വൈറ്റമിൻ സി ഓർ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ ആവശ്യം. സോ അസ്കോർബിക് ആസിഡ് ഇല്ലെങ്കിൽ ഫെറസ് ഫോമിൽ അയൺ ഉണ്ടാകില്ല. സോ എൻസൈമിന്റെ പ്രവർത്തനം നടക്കില്ല. പ്രോലീൻ ഹൈഡ്രോക്സിലേഷൻ നടക്കില്ല. പ്രോലീൻ ഹൈഡ്രോക്സിലേഷൻ ഇല്ലെങ്കിൽ ക്രോസ് ലിങ്കിങ് ഓഫ് കൊളാജിൻ നടക്കുന്ന പ്രശ്നമില്ല. സോ ദർ ഈസ് നോ കൊളാജിൻ ഫൈബേഴ്സ്. സോ അപ്പം സംഭവിക്കും ബ്ലഡ് വെസൽസ് ഒക്കെ ഫ്രജൈൽ ആകും. ബ്ലഡ് വെസൽസ് എല്ലാം ഫ്രജൈൽ ആകും എന്നുള്ളതാണ്. രക്തക്കൊള്ളുകൾ വേഗം മുറിയുകയും രക്തം പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യും. സോ ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. സോ ഇതേപോലെ കൊളാജിൻ വെച്ചിട്ട് ഉള്ള ഫംഗ്ഷൻ കണ്ണിനകത്തുണ്ട്. കണ്ണിനകത്ത് കൊളാജിൻ അല്ലെങ്കിൽ കാറ്ററാക്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ ആസ് എ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ളത് ഇൻ അയേൺ അബ്സോർപ്ഷൻ ആണ്. ഇരുമ്പ് ശരീരത്തിൽ നിന്ന് അബ്സോർപ്ഷൻ ചെയ്യലാണ്. അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ മെറ്റബോളിസത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് കൂടി പറയാം. ഭക്ഷണത്തിലെ ഡയറ്റിലെ നമ്മുടെ അയേൺ എന്ന് പറയുന്നത് ഫെറിക് ആണ്. ഫെറിക്കിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഫെറസ് ആക്കി മാറ്റിയാൽ മാത്രമേ ഇത് അബ്സോർബ് ചെയ്യാൻ പറ്റൂ. സോ എന്നിട്ടാണ് നമ്മൾ ഇതിനെ കൊണ്ട് ബോൺ മാരോയിലും അല്ലെങ്കിൽ സ്പ്ലീനിലും ലിവറിലും ഒക്കെ നമ്മൾ ഫെറിറ്റിൻ എന്ന രീതിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ വൈറ്റമിൻ സി ഇല്ലെങ്കിൽ എന്താവില്ല? ഫെറസ് ആവില്ല. ദിസ് സ്റ്റെപ്പ് അവിടെ നിൽക്കും. സോ അപ്പോൾ അയേൺ അബ്സോർപ്ഷൻ ഇല്ല, അയേൺ സ്റ്റോറേജ് ഇല്ല, ഹീമോഗ്ലോബിൻ മെറ്റബോളിസം എല്ലാം തകരാറിലാകും എന്നുള്ളതാണ്. ആൻഡ് ഇതോടനുബന്ധിച്ച് പറയാനുള്ളത് മെറ്റ് ഹീമോഗ്ലോബിനെ ഹീമോഗ്ലോബിൻ ആക്കി മാറ്റുന്നതും വൈറ്റമിൻ സിയുടെ ഹെൽപ്പ് വേണം എന്നുള്ളതാണ്. ആൻഡ് ഫോളിക് ആസിഡിന്റെ ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത് ടെട്രാ ഹൈഡ്രോഫോളിക് ആസിഡ് ആണ്. ഇതാക്കി മാറ്റാനും നമുക്ക് വൈറ്റമിൻ സിയുടെ ഹെൽപ്പ് വേണം. ഇനി അയേൺ അല്ലെങ്കിൽ RBC ബ്ലഡ് ഓക്സിജൻ ക്യാരിയിങ്. സോ ഇതിനൊക്കെ നമുക്ക് വൈറ്റമിൻ സിയുടെ സഹായം ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമാണ്. ഇനി എറിത്രോസൈറ്റ്സ് മീൻസ് RBC തന്നെ. എറിത്രോസൈറ്റിന്റെ മെച്ചുറേഷൻ വേണം. ആൻഡ് എറിത്രോപോയിസിസ് എന്ന് വെച്ചാൽ എറിത്രോസൈറ്റ് ഉണ്ടാവുന്നതാണ്. സോ ഇതൊക്കെ വൈറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങളൊക്കെ അവതാളത്തിലാകും, തകരാറിലാകും എന്നുള്ളതാണ്. ഇതേപോലെ ശരീരത്തിലെ വിവിധ ഹൈഡ്രോക്സിലേഷൻസ് റിയാക്ഷന് വൈറ്റമിൻ സി ഈസ് എ കോഫാക്ടർ ആണ്. സോ എൻസൈമാറ്റിക് ഫംഗ്ഷൻ. സോ ഇതിനെ നമുക്ക് എൻസൈമാറ്റിക് ഫംഗ്ഷനിൽ ഉൾപ്പെടുത്താം. അയേൺ ഓർ കോപ്പർ കണ്ടെയ്നിങ് എൻസൈംസിനകത്ത് എല്ലാത്തിനും വൈറ്റമിൻ സിയുടെ ആവശ്യം ഉണ്ട്. സോ ഫെറിക്കിനെ ഫെറസ് ആക്കാനും നമ്മൾ പറഞ്ഞു. ഇനി കുപ്രസ്, അതിനകത്തേക്കുള്ള കുപ്രസിനെ കുപ്രിക് ആക്കി മാറ്റാനും നമുക്ക് വൈറ്റമിൻ സി വേണം. സോ അപ്പൊ ചില എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡോപ്പമിനെ നോർ അഡ്രിനാലിൻ ആക്കി മാറ്റാൻ ആയിട്ടുള്ള റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ വൈറ്റമിൻ സിയുടെ ആവശ്യമാണ്. സോ ഇൻ കാറ്റക്കോളമീൻസ് അതിന്റെ ഫോർമേഷനിൽ ഇതിന് റോൾ ഉണ്ട്. ഇനി അഡ്രീനൽ ഗ്ലാൻഡിൽ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ഉണ്ടാകാനായിട്ട് നമുക്ക് വൈറ്റമിൻ സിയുടെ ആവശ്യമാണ്. ടൈറോസിൻ മെറ്റബോളിസത്തിലും വൈറ്റമിൻ സിക്ക് റോൾ ഉണ്ട്. ദെൻ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് 5-ഹൈഡ്രോക്സി ട്രിപ്റ്റോഫാൻ ആയിട്ട് മാറാൻ. സോ അങ്ങനെ ആയിട്ട് മാറാനായിട്ട് വൈറ്റമിൻ സിയുടെ സഹായം ആവശ്യമാണ്. സോ ഇതിൽ നിന്നാണ് നമുക്ക് വീണ്ടും ട്രിപ്റ്റമിൻ, 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ അല്ലെങ്കിൽ സീറോട്ടോണിൻ ഒക്കെ ഉണ്ടാകുന്നത്. സോ അപ്പോൾ വൈറ്റമിൻ സിയുടെ ആവശ്യമുണ്ട്. സോ കൊളാജിന്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ആന്റി ഓക്സിഡന്റ് ആയിട്ട് വൈറ്റമിൻ സി എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈറ്റമിൻ ഇ നമ്മൾ ആന്റി ഓക്സിഡന്റ് ആയിട്ട് പഠിച്ചു. സോ അതിനൊപ്പം ആന്റി ഓക്സിഡന്റ് ആയിട്ട് വൈറ്റമിൻ സിയും പ്രവർത്തിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എവിടെയാണ്? ലിപ്പിഡ് പെറോക്സിഡേഷനിലാണ്. ലിപ്പിഡ് പെറോക്സിഡേഷൻ ആൻഡ് ഓൾസോ ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ. സോ ഇവിടെ ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് വൈറ്റമിൻ സി ബ്രേക്സ് ദ ലിപ്പിഡ് പെറോക്സിഡേഷൻ തകർക്കാനായിട്ട് സഹായിക്കുന്നു. ആൻഡ് ഇതിൽ ഉൾപ്പെടുന്ന ലിപ്പിഡ് പെറോക്സിഡേഷൻ തടയുന്ന വൈറ്റമിൻ ഇ നമുക്കറിയാം. വൈറ്റമിൻ ഇ അതിന്റെ ഓക്സിഡൈസ്ഡ് ഫോം ആവുന്നുണ്ട്.
അപ്പോൾ അതിനെ തിരിച്ച് വീണ്ടും റെഡ്യൂസ്ഡ് ഫോം ആക്കാനായിട്ട്, സോ ലിപ്പിഡ് പെറോക്സിഡേഷൻ തടയുന്ന വൈറ്റമിൻ ഇയെ വൈറ്റമിൻ ഇ ഓക്സിഡൈസ് ഫോം ആക്കുന്നു. അതിനെ വീണ്ടും പഴയ പോലെ റെഡ്യൂസ്ഡ് ഫോം ആക്കണമെങ്കിൽ നമുക്ക് ആര് വേണം? വൈറ്റമിൻ സിയുടെ ആവശ്യം വേണം. സോ വൈറ്റമിൻ ഇ പ്രവർത്തിക്കാൻ വൈറ്റമിൻ സി സഹായം ആവശ്യമാണ് എന്നുള്ളതാണ്. ഇനി കൊളസ്ട്രോൾ സിന്തസിസിൽ കൊളസ്ട്രോളിൽ നിന്ന് ബൈൽ ആസിഡ്സ് ഉണ്ടാകാനായിട്ട് നമുക്ക് ഒരു എൻസൈം, അതിന്റെ പേര് 7-ആൽഫ ഹൈഡ്രോക്സിലേസ് ആണ്. ആൻഡ് ഈ അപ്പോൾ ഹൈഡ്രോക്സിലേസ് ആണ്. സോ ഇതിന്റെ ഹൈഡ്രോക്സിലേഷൻ നടക്കാനായിട്ട് അപ്പോൾ നമുക്ക് വൈറ്റമിൻ സിയുടെ ആവശ്യം. ദെൻ ഇമ്മ്യൂണോളജിക്കൽ ആക്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഫോർമേഷൻ അതുണ്ടാകാനായിട്ട് വൈറ്റമിൻ സിയുടെ സഹായം വേണ്ടി വരും. WBC ശരിക്കും ഫാഗോസൈറ്റോസിസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഫാഗോസൈറ്റിക് ആക്ഷൻസിന് വൈറ്റമിൻ സിയുടെ ആവശ്യമാണ്. സെല്ലുലാർ റെസ്പിറേഷൻ അത് നമ്മൾ പഠിച്ചത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ സൈറ്റോക്രോം ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം. സോ ഇത് ശരിക്ക് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ആര് വേണം? വൈറ്റമിൻ സിയുടെ സഹായം ആവശ്യമാണ് എന്നുള്ളതാണ്. ഇനി വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകാവുന്ന അസുഖം നമ്മൾ പറഞ്ഞാൽ അതിന്റെ പേരാണ് സ്കർവി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. രക്തക്കുഴലുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്ന കണ്ടീഷനാണ് സ്കർവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സോ ചർമ്മത്തിൽ സ്കിന്നിൽ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാകും? പെറ്റിഷ്യെ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകും. ചെറിയ സ്പോട്ടുകൾ ഇങ്ങനെ ഉണ്ടാകും. സിവിയർ ഡെഫിഷ്യൻസി ആണെങ്കിൽ കൈമോസസ് ഉണ്ടാകും. ദെൻ ഓൾസോ ഹെമറ്റോമ എന്ന് വെച്ചാൽ എവിടെയെങ്കിലൊക്കെ ബ്ലഡ് പൊട്ടി ബ്ലഡ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഹെമറ്റോമ എന്ന് പറയുന്നത്. ഇനി ബ്ലീഡിംഗ് ഇന്റേണൽ കാവിറ്റീസിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എപ്പിസ്റ്റാക്സിസ് എന്ന് വെച്ചാൽ മൂക്കിലൂടെ ബ്ലഡ് വരുന്നതാണ് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയാം. ഹെമച്ചൂറിയ ദാറ്റ് മീൻസ് ബ്ലഡ് ഇൻ യൂറിൻ ആണ്. മെലന എന്ന് പറയുമ്പോൾ ബ്ലഡ് ഇൻ സ്റ്റൂൾ. സോ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. ആൻഡ് ഇതുമൂലം ഉണ്ടാകാവുന്ന പെട്ടെന്ന് നോക്കിയാൽ കാണാവുന്ന മറ്റ് പ്രശ്നം എന്ന് വെച്ചാൽ മോണവീർക്കലാണ്. വേദനയുള്ള സ്പോഞ്ചി പെട്ടെന്ന് രക്തസ്രാവം ഉണ്ടാവുന്ന കണ്ടീഷനാണ്. സോ ഗം ബ്ലീഡിങ്, വൈറ്റമിൻ സിയുടെ കുറവ് വരുമ്പോൾ ഗം ബ്ലീഡിങ് അല്ലെങ്കിൽ സ്കർവി മൂലം ഗം ബ്ലീഡിങ് ഉണ്ടാവും. വായിൽ തന്നെ ജിഞ്ചൈവൈറ്റിസ് കാണും. ദെൻ വായിൽ തന്നെ ചിലപ്പോൾ അൾസറേഷൻസ് ഉണ്ടാകാം. സോ ഇതെല്ലാത്തിനും കാരണം എന്തായിരിക്കും? കാരണം കൊളാജൻ സിന്തസിസ് അതിൽ പ്രശ്നം ഉണ്ടാകുന്നതാണ്. രക്തക്കുഴലിൽ കൊളാജൻ ഇല്ലാത്തതുകൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടുന്നത് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. സോ ഇതുമൂലം തന്നെ ഹീമോഗ്ലോബിൻ അല്ലെ അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഹീമോഗ്ലോബിൻ ഇപ്പൊ RBCയിലൊക്കെ പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കും അനീമിയ ഉണ്ടാകാം. അനീമിയ എങ്ങനത്തെ എന്ന് വെച്ചാൽ മാക്രോസൈറ്റിക് അനീമിയാണ്. മാക്രോസൈറ്റിക് ആൻഡ് ഓൾസോ ഹൈപ്പോക്രോമിക് അനീമിയ ആയിരിക്കും ഇതിനകത്ത് കാണുക. ഇനി ഓസ്റ്റിയോയിഡ് ഫോർമേഷൻ തടസ്സപ്പെടുന്നുണ്ട് ബിക്കോസ് ഓഫ് ദിസ്. സോ അതുമൂലം ഇപ്പോൾ ബോൺ ഫോർമേഷൻ തടസ്സപ്പെടുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്നത് സ്കോർബ്യൂട്ടിക് വീക്ക് ബോൺ ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ സ്കോർബ്യൂട്ടിക് റൊസാരി എന്നും പറഞ്ഞു. ഓക്കെ. സോ അത് ബീഡഡ് അപ്പിയറൻസ് ഇൻ ദ സ്റ്റേണമാണ്. നെഞ്ചാങ്കോട്ടിന്റെ അവിടെയുള്ള പ്രശ്നമാണ്, സ്റ്റേണത്തിൽ ഉണ്ടാവുന്ന പ്രശ്നമാണ്. സോ എല്ലുകൾ വേഗത്തിൽ ഒടിയൽ, മുറിവുകൾ ഉണങ്ങാൻ താമസമെടുക്കൽ ആൻഡ് ജോയിന്റ് എഫ്യൂഷൻ വന്നു കഴിയുമ്പോൾ സ്യൂഡോ പാരാലിസിസും ഉണ്ടാകാം. ഓക്കെ. ആൻഡ് സ്കിന്നിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചർമ്മം ബിക്കം ഡ്രൈ ആകും, സ്കിന്നിൽ നിറവ്യത്യാസം ഉണ്ടാകും, പിഗ്മെന്റഡ് സ്കിൻ ആകും. ആൻഡ് പെരിഫോലിക്കുലാർ ഹൈപ്പർ കെരാറ്റോലിറ്റിക് പാപ്യൂൾസ് ഇൻ ദ സ്കിൻ ആണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതുണ്ടാകുന്നത്. സോ ഇത്രയും പ്രശ്നങ്ങളൊക്കെയാണ് സ്കർവിയിൽ കാണുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വൈറ്റമിൻ സി. സോ താങ്ക് യു ഫോർ വാച്ചിങ്.